ഹായ് ഗായ്സ്, അഖിൽബ്രോ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വാശിയേറെ വോട്ടിംഗ് പോരാട്ടമാണ് ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നടക്കുന്നത്. നമ്മളിന്ന് ചൊവ്വാഴ്ച രാത്രി 8 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 9 മത്സരാർത്ഥികളാണ് ഉള്ളത്. 9 പേരിൽ നിന്ന് ഈ തവണ ചിലപ്പോൾ 1-2 മത്സരാർത്ഥികൾ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം വീട് നിറച്ച കുടുംബാംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ തവണ ചിലപ്പോൾ 2 പേരായിരിക്കും പുറത്തു പോകുന്നത്. ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണ് ഇന്ന് വോട്ട് ചെയ്യുന്നതും കൂടെ ഈ വീഡിയോയുടെ ഇടയിൽ കമന്റായിട്ട് രേഖപ്പെടുത്തുക. വരുമണിക്കൂറുകളിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായ ന്യൂസും അറിയാം. നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും 8 മണിയുടെ വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ്. തുടർന്ന് ജിൻഡോ വോട്ടിങ്ങിന്റെ തുടക്കത്തിലെ വലിയൊരു മുന്നേറ്റം നടത്തിയ ഒരു മത്സരാർത്ഥിയാണ്. അത് തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പോൾ ഒരു കൂറ്റൻ വോട്ടാണ് ജിൻഡോ കരസ്ഥമാക്കിയത്. 92,345 വോട്ട് നേടി 1-ാം പൊസിഷൻ തന്നെ പിടിച്ചടക്കിയിരിക്കുകയാണ്. 2-ാം പൊസിഷനിലേക്ക് അട്ടിമറി മുന്നേറ്റവുമായിട്ട് സിജോ കയറി വന്നിരിക്കുകയാണ്. വലിയൊരു അട്ടിമറി. സിജോ ഒരു ഘട്ടത്തിൽ 3-ാം പൊസിഷനിലായിരുന്നു. എന്നാൽ ഇപ്പോൾ വമ്പിച്ച ഒരു അട്ടിമറി നടത്തി 71,890 വോട്ട് നേടി 2-ാം പൊസിഷനിൽ ജിൻഡോയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുകയാണ് സിജോ. 3-ാം പൊസിഷനിൽ അർജുൻ അട്ടിമറി നടത്തി കയറി വന്നിരിക്കുകയാണ്. 4-ാം പൊസിഷനിലായിരുന്ന അർജുനാണ് ഇപ്പോൾ 3-ാം പൊസിഷനിൽ കയറി വന്നിരിക്കുന്നത്. നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം അർജുനെ കൊണ്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 67,300 എന്ന നല്ലൊരു വോട്ട് നേടി 3-ാം പൊസിഷൻ പിടിച്ചടക്കിയിരിക്കുകയായിരുന്നു അർജുൻ. 4-ാം പൊസിഷനിലേക്ക് തള്ളപ്പെടുകയാണ് ജാസ്മിൻ ചെയ്തത്. ഒരു ഘട്ടത്തിൽ 2-ാം പൊസിഷനായിരുന്ന ജാസ്മിൻ ഇപ്പോൾ രാത്രി 8 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 4-ാം പൊസിഷനിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. 64,709 വോട്ടാണ് നേടിയിരിക്കുന്നത്. അർജുനുമായി ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ജാസ്മിൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 5-ാം പൊസിഷനിൽ ഇപ്പോഴും അൻസിബ തന്നെയാണ്. ഒരു ഘട്ടത്തിൽ പിന്നിലായിരുന്ന അൻസിബ ഇപ്പോൾ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം നടത്തി ഏകദേശം ജാസ്മിന് തൊട്ടു പിന്നാലെ തന്നെ വന്നു ചേർന്നിരിക്കുകയാണ് അൻസിബ. 60,209 വോട്ട് നേടിയാണ് 5-ാം പൊസിഷനിലേക്ക് അൻസിബ കയറിയിരിക്കുന്നത്. 6-ാം പൊസിഷനിൽ അഭിഷേക് തന്നെയാണ് തുടരുന്നത്. അഭിഷേകിന് വോട്ടിംഗ് കഴിഞ്ഞ ആഴ്ചത്തകളിൽ പോലെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല. എന്നിരുന്നാൽ കൂടെ കുഴപ്പമില്ലാത്ത ഒരു വോട്ടിംഗ് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. 54,305 വോട്ടാണ് അഭിഷേക് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ 6-ാം പൊസിഷനിലാണ് നിലകൊള്ളുന്നത്. 7-ാം പൊസിഷനിലേക്ക് നോറ കയറി വന്നതാണ് അട്ടിമറി മുന്നേറ്റം. റഷ്യയെ അട്ടിമറിച്ചുകൊണ്ടാണ് 7-ാം പൊസിഷനിലേക്ക് നോറ കയറി വന്നിരിക്കുന്നത്. ഇപ്പോൾ 50,800 വോട്ട് നേടിയാണ് നോറ 7-ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. 8-ാം പൊസിഷനിലേക്ക് റഷ്യ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ തുടക്കത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്തിയിരുന്ന ഒരു മത്സരാർത്ഥിയാണ്. ഇപ്പം വളരെ ചെറിയൊരു വോട്ടിന്റെ വ്യത്യാസത്തിൽ നോറയുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ പിന്നിലേക്ക് വന്നിരിക്കുകയാണ്. 8-ാം പൊസിഷനാണുള്ളത്. 50,225 വോട്ടാണ് ഋഷി കരസ്ഥമാക്കിയിരിക്കുന്നത്. 9-ാം പൊസിഷനിൽ എപ്പോഴും ഗബ്രിയാണ്. പക്ഷേ ഗബ്രിയുടെ വോട്ടിംഗ് നല്ലൊരു മുന്നേറ്റമാണ്. ഇപ്പോൾ 50,100 വോട്ടുണ്ട്. ഋഷിയുമായിട്ട് ഏകദേശം ഒരു ചെറിയൊരു വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ് ഈ ലാസ്റ്റ് നിൽക്കുന്ന 3 പേർക്കും. അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.